ഭയങ്കര ഫ്രണ്ട്സ് ഒരു ആപ്പിളിന് വേണ്ടിയിട്ട്. തക്കോ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഷാസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖന്നല്ലേ? ഈദ് ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ഇന്ന്. കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. നമുക്കിവിടെ ഫ്രൈഡേ പെരുന്നാളായതുകൊണ്ട് ഡേ 1 ഷോപ്പിങ്ങിനായി വെനസ്ഡേ ഇറങ്ങിയതാണ്. ഇന്നത്തെ ഷോപ്പിങ്ങിന് ഞങ്ങളും എൻ്റെ അനിയനും പിന്നെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ ഉണ്ട്. ഡേ ടൈം ഒന്നും ഇവിടെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. അത്രയും വെയിലും ചൂടുമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. എ സിയൊക്കെ ഇപ്പോൾ കൂളിങ്ങേ ഇല്ല, അത്രയ്ക്കും ചൂടുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് നൈറ്റ് ഷോപ്പിങ്ങേ നടക്കുള്ളൂ. ചൂടിൻ്റെ കാര്യത്തിൽ നൈറ്റാണേലും കണക്കാണ്, നല്ല ചൂട് തന്നെയാണ്. നാട്ടിലിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഗൾഫിൽ നൈറ്റ് ലൈഫാണ്, അവിടെ നൈറ്റാണ് എല്ലാവരും കറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങാറെന്നൊക്കെ. ബട്ട് ഇവിടെ മിക്ക ഷോപ്പിംഗ് പോയിൻറ്റ്സും 12 മണി വരെ കാണുള്ളൂ, അത് കഴിഞ്ഞാൽ അടയ്ക്കും. അപ്പം ഞാനിവിടെ ചിന്തിച്ചിട്ടുണ്ട്, അതെന്താ നൈറ്റ് ലൈഫാണെന്ന് പറയുന്നതെന്ന്. എനിക്കറിയില്ല, അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി അലൈൻ ഭവാദി മോളിലേക്കാണ് വന്നത്. ഇവിടെ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഒക്കെ കയറിയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ കിഡ്സിൻ്റെ ഒരു ന്യൂ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പം കണ്ടില്ലായിരുന്നു. കയറി നോക്കിയപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കിഡ്സ് ഡ്രസ്സാണേലും ടോയ്സ് ആണേലും ബേബി ഗേൾസിൻ്റെ ആണേലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതേപോലെ പ്രൈസും അത്യാവശ്യം അഫോർഡബിൾ ആണ്. എനിക്കങ്ങനെയാണ് തോന്നിയത്. ബിക്കോസ് കിഡ്സിൻ്റെ സ്വീറ്റ്സ് ഇട്ടൊക്കെ നമുക്ക് പുറത്തുനിന്നാണെങ്കിൽ എങ്ങനെ പോയാലും 200 ദിർഹംസ് ഒക്കെ എബവ് വരും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് 100 ദിർഹംസ് ഒക്കെ ഉള്ളായിരുന്നു.
അങ്ങനെ ബേബി സെൻറ്ററിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്പോർട്സ് ഹബിലൊന്ന് കയറി. ഇവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല. എന്നിട്ട് മാക്സിലേക്ക് പോയി. ഇവിടെ മെൻസ് വെയർ കളക്ഷൻസ് നോക്കാനാണ് വന്നത്. ബട്ട് മെൻസ് കളക്ഷൻസൊക്കെ തീരെ കുറവായിരുന്നു. ഷോപ്പിംഗൊക്കെ പോകുമ്പം പിള്ളേരെ നോക്കാൻ വേണ്ടി തന്നെ ഒരാൾ നിൽക്കണം. കാരണം ഡ്രസ്സ് മേടിക്കാൻ പോയിട്ട് പിള്ളേരെ തപ്പി നടക്കൽ തന്നെ ആയിരുന്നു. നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുണ്ടാവില്ല, ഇവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ മാക്സിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് 12 മണിയൊക്കെ ആയപ്പം നമ്മൾ ഭവാദി മാലിൽ നിന്ന് ഇറങ്ങി. നാളെ ഇവർക്ക് ജോലി ഉള്ളത് കൊണ്ട് റിമൈനിങ് ഷോപ്പിംഗ് ഒക്കെ നാളെ നൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇത് നമ്മുടെ ഈദ് ഷോപ്പിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലുലു മോളിലേക്കാണ് വന്നത്. നാളെ പെരുന്നാളായതുകൊണ്ട് കാക്കൂനും പിന്നെ അനിയനും കട്ടിങ് ഷേവിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴേക്കും മോർണിംഗ് 3 മണി വരെ ആൾറെഡി ആൾ ബുക്കിംഗ് ചെയ്തിരിക്കുവാണെന്ന്. അതുകൊണ്ടൊന്നും വേറെ ആളെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ലുലുവിൽ ഡ്രസ്സിൻ്റെ സെക്ഷനിലൊന്ന് കയറി നോക്കി കളക്ഷൻസ് ഉണ്ടോ എന്ന്. ബട്ട് ഇവിടെ വന്ന് നോക്കുമ്പം ഡ്രസ്സ് പിന്നെ ഷൂസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ്, ഷൂസ്, പെർഫ്യൂംസ് എല്ലാം ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്ത്. നാളെ പെരുന്നാളായതുകൊണ്ട് നെസ്റ്റോ വരെ പോകണം. അതുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു. ബിക്കോസ് ഇവിടുത്തെ നെസ്റ്റോ അൽവാഹ മാൾ വരുന്നത് ഒമൻ ബോർഡറാണ്, കുറച്ച് ലോങ് ഉണ്ട്. സോ കാക്കു പറഞ്ഞു വീഡിയോ ചെയ്ത് നിന്നാൽ നെസ്റ്റോ എത്തുമ്പം ഷോപ്പ് അടക്കുമെന്ന്. അങ്ങനെ നമ്മൾ ലുലുവിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് നെസ്റ്റോ എത്തിയപ്പോഴേക്കും 11:30 മണിയായി. ഇവിടെ നിന്ന് നമുക്ക് മന്ത്ലി ആവശ്യമുള്ള ഗ്രോസറീസ് പിന്നെ പെരുന്നാളിന് ആവശ്യമുള്ള ചിക്കൻ, ബീഫൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നാളെ പെരുന്നാളായതുകൊണ്ട് 2 മണിക്കൂർ എക്സ്ട്രാ ഷോപ്പിംഗ് ടൈമും ഉണ്ടായിരുന്നു. നൈറ്റ് 2 മണിയാണ് ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിൽ കയറി ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സ് കൂടി പർച്ചേസ് ചെയ്ത് പിന്നെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഷോപ്പ് ക്ലോസിങ് ടൈം ആയിരുന്നു. അങ്ങനെ 2 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത്. സമയം 2 ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോട്ടലിൽ പോയി കഴിക്കാൻ എന്തായാലും പറ്റില്ല, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് നമ്മൾ എത്തുന്ന സമയമാകുമ്പോഴേക്കും ഡെലിവറി ചെയ്യാൻ പറഞ്ഞു. ഇനി വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിച്ച് എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കണം. ലൈനിൽ 5:43 പെരുന്നാൾ നിസ്കാരം. അപ്പോഴേക്കും എല്ലാം റെഡിയാക്കി പള്ളിയിലേക്ക് പോകണം. ഇപ്പോൾ തന്നെ സമയം 3:30 ആയി.
ഇനി ഫുഡ് കഴിച്ച് എല്ലാവരും കുളിച്ച് റെഡി ആകുമ്പോഴേക്കും പള്ളിക്ക് പോകാനുള്ള സമയം എന്തായാലും ആവും. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും നമുക്ക് ഈദ് വ്ലോഗിൽ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.